ഒരിടത്ത് കൃഷ്ണദാസൻ എന്നൊരു പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഒരിക്കൽ കൃഷ്ണദാസൻ മഹാഭാരതത്തിൽ അനുശാസന പർവത്തിലെ ഭീഷ്മാചാര്യന്റെ വാക്കുകൾ വായിക്കാനിടയായി. ഭീഷ്മാചാര്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു കർമ്മം അത് ഒരാൾ 12 വർഷം മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അത് സിദ്ധിയായി മാറുമെന്ന്. കൃഷ്ണദാസൻ ഈ വാക്കിൽ പ്രഭാവിതനായി. അദ്ദേഹം ഒരു ദിവസം ഭഗവാന്റെ വിഗ്രഹത്തെ നോക്കി പറഞ്ഞു, ഞാൻ നിനക്കെന്നും പൂമാല സമർപ്പിക്കും 12 വർഷം. 13ാമത്തെ വർഷം നീ എന്റെ ഭവനത്തിൽ വരണം. അദ്ദേഹം എല്ലാ ദിവസവും ഭഗവാന് പുഷ്പമാലയും നിവേദ്യം സമർപ്പിച്ചു. ഓരോ ദിവസവും അദ്ദേഹം കണ്ണനോട് പറയും, ഇന്ന് ഇത്ര ദിവസമായി, ഇനി ഇത്ര ദിവസം കൂടി ബാക്കിയുണ്ടെന്ന്. എന്നും അദ്ദേഹം കണ്ണനെ ഓർമ്മിപ്പിക്കും വിധം. അദ്ദേഹം മുടങ്ങാതെ കണ്ണന് മാല ചാർത്തിക്കൊണ്ടേ ഇരുന്നു. അവസാനം 12 വർഷം കഴിയാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. കൃഷ്ണദാസൻ കണ്ണന് മാല ചാർത്തിക്കൊണ്ട് പറഞ്ഞു, കണ്ണ, എന്റെ ഭഗവാനെ, ഇതുകൂടിയാകുമ്പോൾ 12 വർഷം പൂർത്തിയാകും. നാളെ നീ എന്റെ ഭവനത്തിലേക്ക് വരണം. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി ഞാൻ കാത്തിരിക്കും. പിറ്റേ ദിവസം കൃഷ്ണദാസൻ കണ്ണന് പ്രിയപ്പെട്ട 56 വിഭവങ്ങളും ഒരുക്കി കാത്തിരുന്നു. രാവിലെ കഴിഞ്ഞു, ഉച്ചയായി. വൈകുന്നേരമായപ്പോൾ തന്നെ കൃഷ്ണദാസന് തന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. അതുപോലെ കണ്ണനോട് ദേഷ്യവും. അയാൾ കണ്ണന് ഉണ്ടാക്കി വച്ച എല്ലാം ഒരു തുണിയിലാക്കി കെട്ടി ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി നിന്ന് പറഞ്ഞു, കണ്ണ, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചത്? ഞാൻ അത്രയും ആഗ്രഹിച്ച് നിന്നെ കാത്തിരുന്നു, നീ വന്നില്ല. അപ്പോൾ ഇതെല്ലാം കള്ളമാണല്ലേ? എല്ലാവരും പറയുന്നത് പോലെ നീ ഒരു ഭക്തവത്സരനൊന്നുമല്ല. ഇന്ന് നിന്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ഞാൻ ഈ ഗ്രാമം വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി. വഴിയിൽ ഒരു ആട്ടിടയൻ പശുക്കളെയും കൊണ്ട് ആ വഴിയിലൂടെ വരികയായിരുന്നു. ആ ബാലൻ കൃഷ്ണദാസനോടായി പറഞ്ഞു, അങ്ങ് വഴിയിൽ നിന്ന് അല്പം മാറി നിൽക്കൂ, കണ്ടില്ലേ പശുക്കൾ വരുന്നത്? അയാളുടെ അടുത്തെത്തിയപ്പോൾ ആ ബാലൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെന്താ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ സുഗന്ധം വരുന്നുണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും, എനിക്കല്പം തരാമോ? കൃഷ്ണദാസൻ പറഞ്ഞു, ഇത് നീ ഭക്ഷിച്ചോ, എനിക്കിനി ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണക്കെട്ട് ആ ബാലന് നേരെ നീട്ടി. ആ ബാലൻ അത് വാങ്ങി അവിടെ ഒരിടത്ത് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൈ മുഴുവനും അഴുക്കാണ്, കണ്ടില്ലേ, ചാണകം വരെ പറ്റിയിരിക്കുന്നു, എനിക്കൊന്ന് വാരിത്തരാമോ? അത് മാത്രമല്ല, നിങ്ങളെ കണ്ടാൽ ഇന്നൊന്നും കഴിച്ചതായി തോന്നുന്നില്ലല്ലോ, നിങ്ങളും എന്നോടൊപ്പം കഴിക്കണം. ആ ബാലന്റെ സംസാരത്തിലെ ലാളിത്യം കണ്ട് കൃഷ്ണദാസന് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി. അദ്ദേഹം ആ ബാലനോടൊപ്പം ഇരുന്ന് ആ ബാലന് വാരി കൊടുക്കുകയും സ്വയം കഴിക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ആ ബാലന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി വന്നു. കൃഷ്ണദാസൻ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? ഭക്ഷണം നിനക്ക് ഇഷ്ടമായില്ലേ എന്ന്. ആ ബാലൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നെന്താ എനിക്ക് മാല ചേർത്തി തരാത്തത്? കൃഷ്ണദാസൻ അമ്പരപ്പോടെ ചോദിച്ചു, നീ ആരാണ്? ഇത് ഞാൻ തന്നെയാണ്, നിങ്ങളുടെ കണ്ണൻ. നിങ്ങൾ എനിക്ക് മാല ചേർത്തുമ്പോൾ നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുന്നത് പോലെയാണ് തോന്നാറുള്ളത്. ഇന്ന് രാവിലെ മുതൽ ആ ആലിംഗന സുഖം എനിക്ക് ലഭിച്ചില്ല. നിങ്ങളെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ വന്ന ഭക്തന്മാരെല്ലാം എനിക്ക് ഒരുപാട് നിവേദ്യങ്ങൾ സമർപ്പിച്ചു. എനിക്ക് ആരുടെയും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് എന്റെ കൃഷ്ണദാസന്റെ കയ്യിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കണമായിരുന്നു. എന്തിനാ നിങ്ങൾ എന്നോട് പിണങ്ങിയത്? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകം നിങ്ങളുടെ വീട്ടിൽ വരണമോ എന്ന് കണ്ണൻ കരഞ്ഞുകൊണ്ട് കൃഷ്ണദാസനോട് ചോദിച്ചു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക.
നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് ഒന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും കണ്ണന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.